പതറിപ്പോയാൽ ഈ കുടുംബം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴും. എന്നിലെ തോളിന്റെ ബലത്തിലാ ഇതിപ്പോ നിലനിൽക്കുന്ന. എനിക്കാണെങ്കിൽ ഒന്ന് ചായാൻ പോലും ഒരു തോളില്ലാത്ത അവസ്ഥയും. ഈ അവസ്ഥയിലേക്ക് ഞാൻ വന്നതാണോ അതോ എന്നെ ആരെങ്കിലും വരുത്തിയതാണോ? ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന ആള് തന്നെ. നിന്റെ മനസ്സില് എന്നോട് പറയാൻ പറ്റാത്ത മറ്റെന്തെങ്കിലും നീ ഒളിക്കുന്നുണ്ടോ മോളെ? ആണുങ്ങളെല്ലാം ചതിയന്മാരാണോ അമ്മ? നമ്മുടെ മുന്നില് അവര് കാണിച്ചു കൂട്ടുന്നതെല്ലാം അഭിനയാണോ? അവര് എങ്ങനെയാ അമ്മ മനസ്സിലാക്കാൻ പറ്റുക? എല്ലാവരും ചതിയുടെ പാരമ്പര്യമുള്ളവരാണോ അമ്മ? മോളെ, വലിയൊരു ചതി കൂടെ നീന്തി കയറി തന്നെയാ അമ്മയും വന്നത്. രാത്രി ഉറങ്ങാതെ നിങ്ങളെയും കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോ എത്ര രാത്രിയായാലും ഉറക്കമൊന്നും വരില്ല. വന്നാലും അടഞ്ഞു പോവാതിരിക്കാൻ എന്റെ കണ്ണുകൾക്ക് കഴിയുമായിരുന്നു. കാരണം അവർക്കറിയാം ആ വീടും ആ വീട്ടിലുള്ള 3 പെൺകുഞ്ഞുങ്ങളെയും നോക്കാൻ ഈ കണ്ണുകൾ മാത്രമേ ഉള്ളൂ എന്ന്. ഒരു കാലൊച്ച കേട്ട നിന്റെ അച്ഛനാണോ എന്ന് സംശയിച്ച് വാതിലിനരികിൽ എത്രയോ വട്ടം വന്ന് നിന്നിട്ടുണ്ടെന്നോ. ഒന്ന് ചുമച്ചിട്ട് ശാരദേ ഞാൻ എത്തി എന്ന് കേൾക്കാൻ എത്രയോ തവണ വാതിലിന് പിന്നില് കാതുകൂർപ്പിച്ച് നിന്നിട്ടുണ്ടെന്നോ. പിന്നീടല്ലേ ഞാൻ അറിയുന്നത് നിന്റെ അച്ഛൻ രാജേശ്വരിയും കെട്ടി അവിടെയാ പൊറുതിന്ന്. ഡെയ്സി, നിങ്ങളുടെ ഇഷ്ടത്തിന്റെ ആഴം മനസ്സിലാക്കാതെ ഞാൻ കാട് കയറി പലതും ചെയ്തു. ആ തെറ്റ് ഇനി ഞാൻ ആവർത്തിക്കില്ല. ആന്റണിക്ക് നീ എന്താണോ അതുപോലെ തന്നെ ആയിരിക്കും എനിക്കും നീ. ഞാനും നിന്നെ മനസ്സിലാക്കേണ്ടതായിരുന്നു. എടുത്തിയാട്ടം അതെന്റെ ഒരു ശാപമാണ്. മറന്നേക്ക് നീ. ഇനി നിന്റെ ഏതാഗ്രഹവും സാധിച്ചു തരാൻ ഈ ചേട്ടനുണ്ടാകും നിന്റെ കൂടെ. അല്ല, ഈ ചേട്ടന്മാരുണ്ടാകും കൂടെ. അതെ, അങ്ങനെ അങ്ങോട്ട് പറയടാ. അപ്പൊ പിന്നെ മഹേന്ദ്ര, നമ്മളെല്ലാം പറഞ്ഞുറപ്പിച്ച സ്ഥിതിക്ക് ഇനിയും ഡെയ്സി ഇവിടെ നിർത്തുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഈ ചടങ്ങുകൾ പോലെ നടത്തുന്നതല്ലേ നല്ലത്. പിന്നെ വീട്ടിലേക്ക് പോയെന്ന് വെച്ച് ഇവിടേക്ക് വരുന്നതിനോ ശിവനെ കാണാൻ പോകുന്നതിനോ യാതൊരു തടസ്സവും ഡെയ്സിക്ക് അവിടെ ഉണ്ടാവില്ല. ഈ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു കരുതല് അത്രമാത്രം കരുതിയാ മതി. യോഹന്നാനെ, ഇനിയിപ്പോ ഇതിന്റെ അപ്പുറം കടന്ന് നീ ചിന്തിച്ചാല് എന്റെ മകൻ കെട്ടിയ താലിയ അവളുടെ കഴുത്തിൽ കിടക്കുന്നത്. അത് അവിടെ കിടക്കുന്നിടത്തോളം കാലം എനിക്ക് ഉറപ്പുണ്ട് ഇവള് എന്റെ ശിവന്റെ അരികിൽ തന്നെ വന്നെത്തുന്നു. എത്തിയല്ലോ, അതിന് സമ്മതം തരാനല്ലേ ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്നാ പിന്നെ പോവാം മോളെ. ശിവൻ എന്ന് സുഖമായി ഹോസ്പിറ്റലിൽ നിന്ന് എത്തുന്നോ അന്ന് നിങ്ങളുടെ കല്യാണം. വിഷ്ണുച്ചൻ വന്നു ചേച്ചിയമ്മേ. ഞങ്ങളെ ബീച്ചിൽ കൊണ്ടുവന്ന് വിഷ്ണുച്ചൻ പറഞ്ഞോ? വിഷ്ണുച്ചൻ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ രണ്ടുപേരെയും ചേച്ചിയമ്മെന്ന് കൊണ്ടുപോകും. പക്ഷേ ഈ പനിയുടെ മരുന്ന് കുടിക്കണം. കുടിക്കാം. നല്ല കുട്ടിയായിട്ട് അത് കുടിച്ചിട്ടേ ഇന്ന് പനി കുറഞ്ഞില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോണം. പനി കുറഞ്ഞ അപ്പം നമ്മള് ബീച്ചിൽ പോവും.
ഇന്നലെ രാത്രിയില് കുഞ്ഞേച്ചി അവളെ അത്രയും വഴക്ക് പറഞ്ഞിട്ടാ അവൾക്കിപ്പോ പനി കൂടിയത്. കുഞ്ഞേച്ചി എന്തിനാ എന്റെ മോളോട് മാത്രം ഇത്രയും ദേഷ്യം കാണിച്ചേ? ദേ ഇവള് മാത്രമല്ലല്ലോ ബീച്ചിൽ പോണെന്ന കാര്യം പറഞ്ഞ് ആ സത്യം പറഞ്ഞല്ലോ. കുഞ്ഞേച്ചി എന്താ അവളെ വഴക്ക് പറയാൻ? ഞാൻ കുട്ടികളോടാണെങ്കിലും വലിയവരോടാണെങ്കിലും ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും വേർതിരിവാ. ചുമ്മാതല്ല 100 കൂട്ടം പ്രശ്നങ്ങളിൽ കിടന്നിങ്ങനെ നട്ടം തിരിയുന്നേ. ശ്യാമേ, നീ നിന്റെ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ അത് ചെന്നെത്തുന്നത് മറ്റുള്ളവരെ വല്ലാതെ വേദനിപ്പിക്കുന്ന രീതിയിലാണെന്ന് ഓർക്കണം. അല്ല, ഞാൻ കുട്ടികളെ തമ്മിൽ എന്ത് രീതിയിൽ വേർതിരിവ് കാണിച്ചു എന്ന് നീ പറയുന്നത്? അങ്ങനെ കാണിക്കാൻ എനിക്കവരെ രണ്ടും രണ്ടല്ല, ഒന്ന്. ആ കാര്യം നീ നന്നായി മനസ്സിലാക്കിക്കണം. അങ്ങനെ രണ്ടാക്കി വളർത്താൻ എനിക്കിനി താല്പര്യമില്ലെന്ന് എനിക്ക് തോന്നിയ അഴിച്ചു വെക്കേണ്ടി വരും പല മാതൃഭാവങ്ങളും. അത് മനസ്സിലാക്കി നിന്ന നിനക്ക് കൊള്ളാം. ഇന്നലെ ചേച്ചിയമ്മയ്ക്ക് ഒരു മോശം ദിവസമായിരുന്നു മോളെ. അത് മോളോട് അങ്ങനെയൊക്കെ കാണിക്കേണ്ടി വന്ന് ക്ഷമിച്ചോളാം. പനി കുറഞ്ഞ നമുക്ക് ബീച്ചിൽ പോവാം കേട്ടോ.